ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോം ഫിലിപ്പ് ലാർക്കിൻ്റെ ഫെയ്ത്ത് ഹീലിംഗ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് ഫിലിപ്പ് ലാർക്കിൻ. ഫിലിപ്പ് ലാർക്കിൻ ഒരു ഇംഗ്ലീഷ് പോയറ്റാണ് ആൻഡ് ഓൾസോ ലൈബ്രറിയനാണ്, ഗ്രേറ്റ് റൈറ്ററാണ്. ആൻഡ് ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സെയിൻറ്റ് ജോൺസ് കോളേജ് ഓക്സ്ഫോർഡിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് അദ്ദേഹം ഡിഗ്രി എടുത്തത്. 1943 അദ്ദേഹം ഡിഗ്രി എടുത്തത്. ഫസ്റ്റ് ക്ലാസ് ഓണേഴ്സോടുകൂടിയാണ് പാസ്സായത്. സോ ബിസൈഡ്സ് ബീങ് എ പോയിറ്റ്, ഫിലിപ്പ് ലാർക്കിൻ എന്ന് പറയുന്ന ഒരു ലൈബ്രറിയൻ കൂടിയായിരുന്നു. ആൻഡ് ഒരുപാട് സെവറൽ ലൈബ്രറീസിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈബ്രറിയൻ, അതായത് ഹെഡ് ലൈബ്രറിയനായിട്ടൊക്കെ അദ്ദേഹം ടിൽ ഹിസ് ഡെത്ത് 1985 വരെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് 4 മേജർ വോളിയൂംസ് ഓഫ് പോയിട്രി ആണുള്ളത്. ദ നോർത്ത് ഷിപ്പ്, ദ ലെസ് ഡിസീവ്ഡ്, ദ വിറ്റ്സ് ആൻഡ് വെഡ്ഡിങ്സ് ആൻഡ് ദി ഹൈ വിൻഡോസ്. അപ്പം ഈ ഒരു വർക്കിനകത്തെല്ലാം അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ, എവരുടെ ലൈഫിനെ കുറിച്ചുള്ള കീനായിട്ടുള്ള ഒബ്സർവേഷൻസ് എല്ലാം നമുക്ക് റിഫ്ലക്റ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. ആൻഡ് അബൌട്ട് ഹിസ് തീംസ് എന്ന് പറയുന്നത് മോർട്ടാലിറ്റി, ലവ് ആൻഡ് ദി പാസേജ് ഓഫ് ടൈം ആണ് കാണുന്നത്. അതുപോലെ തന്നെ സിമ്പിൾ ലാംഗ്വേജിലാണ് അദ്ദേഹം എഴുതുന്നത്. വളരെ ക്ലിയർ ആയിട്ടുള്ള, ഈ അധികം സ്റ്റൈലൊന്നും യൂസ് ചെയ്യാതാണ് അദ്ദേഹം എഴുതുന്നത്. കോംപ്ലക്സ് ഇമോഷൻസ് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് അദ്ദേഹം ഇവോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ സം ഓഫ് ഹിസ് നോട്ടബിൾ പോംസ് എന്ന് പറയുന്നത് ചേർച്ച് ഗോയിങ്, ദെൻ അതുപോലെ തന്നെ ദിസ് ബി ദ വേഴ്സ്, അതൊക്കെയാണ്. ആൻഡ് ദെൻ നമുക്ക് പഠിക്കാൻ പോകുന്ന ഈ ഒരു ഫെയ്ത്ത് ഹീലിംഗ് എന്നുള്ളതും അനദർ ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. പിന്നെ ഒരുപാട് ന്യൂമറസ് ആയിട്ടുള്ള അക്ലൈഡ്സ് ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ലൈബ്രറിയനായിട്ട് 1979 ഇരുന്നപ്പോൾ ആ സമയത്ത് ക്യൂവിൻ്റെ ഗോൾഡ് മെഡൽ ഫോർ പോയട്രി അദ്ദേഹത്തിന് റിസീവ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ആൻഡ് ഓൾസോ പോയറ്റ് ലോറേറ്റ് 1984 ഓഫർ ചെയ്തു, പക്ഷെ അദ്ദേഹം ഡിക്ലൈൻ ചെയ്തു. പിന്നെ അദ്ദേഹം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ആൻഡ് ദെൻ അബൌട്ട് ഹിസ് ലെഗസി എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ആണ് 20th സെഞ്ചുറി ഇംഗ്ലീഷ് പോയട്രിയിൽ ഇദ്ദേഹം കൊണ്ടുവന്നത്. ആൻഡ് ഹീ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി മൂവ്മെന്റ് ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ്. ഓക്കെ, 1950s വന്ന മൂവ്മെന്റ് ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സിൽ പെടുന്ന ഒരാളാണ് ഫിലിപ്പ് ലാർക്കിനും. മൂവ്മെന്റ് ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ ഫോർമൽ സ്റ്റൈലാണ്. ആൻഡ് ദേ വെർ അഗെയിൻസ്റ്റ് റൊമാൻറ്റിസിസം. ഓക്കെ, പിന്നെ 1985 അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന്റെ പബ്ലിക്കേഷൻസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ കളക്റ്റഡ് പോംസ്, ലെറ്റേഴ്സ് എല്ലാം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആൻഡ്രൂ മോഷൻ ഒരു ബയോഗ്രഫിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വർക്കിനെ കുറിച്ചും ലൈഫിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഓക്കെ, സോ ഇതാണ് ഫിലിപ്പ് ലാർക്കിനെ കുറിച്ചുള്ള ഒരു കുറച്ച് ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ്. ആൻഡ് റിഗാർഡിംഗ് പോം അതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെയ്ത്ത് ഹീലിംഗ് എന്നുള്ളൊരു പോം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വർക്കാണ്. അദ്ദേഹം ചേർച്ച് ഗോയിങ് എന്ന് പറഞ്ഞൊരു പോയം കൂടി എഴുതിയിട്ടുണ്ട്. അതിനകത്തും ഫെയ്ത്തിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് ചേർച്ചസിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നു ഈ ഒരു മോഡേൺ വേൾഡിൽ. ആ ഒരു തീം തന്നെയാണ് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയ്ത്തിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം ഇതിനകത്തും സംസാരിക്കുന്നത്. അതായത് കോൺസെപ്റ്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഹ്യൂമൻ ഡിസയർ ഫോർ എ ക്യൂർ. അതായത് നമുക്ക് ഒരുപാട് എയിൽമെന്റ്സ് അല്ലെങ്കിൽ ഇൽനെസ്സസ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന് ഒരുപാട് ഹാപ്പൻ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും, അതായത് ഒന്ന് മാറിത്തരണേ. അങ്ങനെ ഒരു ഫെയ്ത്ത് ഹീലിംഗ് പ്രോസസ്സിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് അദ്ദേഹം ഈ ഒരു പോയത്തിനകത്ത് പറയുന്നത്. ഈ ഒരു പോം ഫസ്റ്റ് അപ്പിയർ ചെയ്തത് അദ്ദേഹത്തിന്റെ വിറ്റ്സ് ആൻഡ് വെഡ്ഡിങ്സ് എന്നുള്ള കളക്ഷനകത്താണ് 1964. സിൻസ് ദെൻ വളരെ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ വർക്ക്സ് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ഫെയ്ത്ത് ഹീലിംഗ് സെറമണിയിൽ ഹാപ്പൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫെയ്ത്ത് ഹീലിംഗ് സെറമണിയെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അതായത് ഈ അസുഖം മാറാൻ വേണ്ടി എല്ലാവരും ഗ്രൂപ്പായിട്ടിരുന്ന് ഒരു പ്രെയർ സെറമണി കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും അവരുടെ അസുഖങ്ങൾ മാറ്റി തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഹോപ്പിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം ആ ഹോപ്പിൽ ഇരിക്കുന്നത് കൊണ്ട് എല്ലാ ആളുകൾക്കും, പക്ഷെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീൻ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു കൈൻഡ് ഓഫ് ഹോപ്പ്ലെസ്നെസ് ആണ് തോന്നുന്നതെന്നാണ് പറയുന്നത്. അതായത് ഫെയ്ത്ത് ഹീലിംഗ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം അത് വളരെ യൂസ്ലെസ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതാര്, നമ്മുടെ പോയറ്റ്. അത് പിന്നെ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ കുറച്ച് പെയിനൊക്കെ അത്യാവശ്യമായിട്ട് വരും, ഇന്നവിറ്റബിൾ ആയിട്ട് വരും. അപ്പോൾ ഉടനെ ഓടിപ്പോയി ഇങ്ങനെ ഗ്രൂപ്പായിട്ടിരുന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യകത എന്താണ് എന്നാണ് ഇദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആൻഡ് ഹ്യൂമൻ കണ്ടീഷനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഫെയ്ത്തിന്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചും ഒക്കെയാണ് ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമൻ നേച്ചറിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് പോയമായിട്ട് നമുക്ക് ഫെയ്ത്ത് ഹീലിംഗിനെ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഡിസയർ ആണ്, നമുക്കിപ്പം എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പെയിനോ സഫറിങ്സോ അസുഖങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി എന്ത് ചെയ്യും, പിന്നെ വിശ്വസിച്ചിരുന്ന് പ്രാർത്ഥിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പെയിനൊക്കെ സഫറിങ്സ് ഒക്കെ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫെയ്ത്ത് ഹീലിംഗ് സെറമണി എന്ന് വെച്ചാൽ ആളുകൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഗ്യാദർ ചെയ്തിട്ട് അവരുടെ അസുഖങ്ങൾ മാറ്റാൻ വേണ്ടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും.
അപ്പം ഈ ഒരു പ്രാർത്ഥന തന്നെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ നേച്ചറിന്റെ ഒരു ഫണ്ടമെന്റൽ ആസ്പെക്ട് ആണെന്നാണ് പറയുന്നത്. ഹ്യൂമൻ ബീങ്സിന് ഇൽനെസ്സും സഫറിങ്ങും ഒക്കെ വരും, അതെന്ന് പറയുന്നത് നാച്ചുറൽ ആണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഫിലിപ്പ് ലാർക്കിൻ തരുന്ന ഇമേജ് എന്ന് വെച്ചാൽ ഒരു ഹോപ്പ്ലെസ്നെസിന്റെ ഇമേജ് ആണ്. അതായത് അത് വെറും ഫെയ്ത്ത് അല്ല, അത് നമുക്ക് വിശ്വാസം ഇല്ലാതെ നമ്മൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതൊക്കെ വെറും യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഫ്യൂട്ടൈൽ ആയിട്ടുള്ള അറ്റംപ്റ്റ്സ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മളിങ്ങനെ ഓവറായിട്ട് അറ്റംപ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ ആക്ഷൻസിനെയും നമ്മുടെ ലൈഫിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇതുപോലത്തുള്ള ആക്ടിവിറ്റീസിലൂടെ നമ്മൾ ഓവറായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ നേച്ചറിന്റെ ലിമിറ്റേഷൻസിനെ കാണിക്കുന്ന ഒരു റിമൈൻഡർ പോലാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. മേജർ തീംസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഡിസയർ ഫോർ ക്യൂർ, ലിമിറ്റേഷൻസ് ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ സഫറിങ്ങിന്റെ ഇന്നെവിറ്റബിലിറ്റിയെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അതായത് ഈ ഫെയ്ത്ത് ഹീലിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അതിനൊന്നും പോവരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പോയാലും നമുക്കൊരു സൊല്യൂഷൻ ഒന്നും കിട്ടത്തില്ല, അതൊക്കെ വെറും യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. സഫറിങ് ആവശ്യമാണ്, അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ നമുക്ക് പോയത്തിലോട്ട് കടക്കാം. So one of the important poems and focuses on the ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ് പോയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ഓഫ് വിമൻ ആണ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഇതൊരു തോട്ട്ഫുൾ പോയമായിട്ടാണ് പോയിട്ട് ഇതിനെ കാണിച്ചിരിക്കുന്നത്. 3 സ്റ്റാൻസ പോയമാണ്, 10 ലൈൻസ് വീതമാണ് ഉള്ളത്. പിന്നെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റൈം സ്കീം ഉണ്ട്. ABC ABD ABC ABD ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയുക, ആംബിക് പെന്റമീറ്ററിലാണ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ അൺസ്ട്രെസ്ഡും സ്ട്രെസ്ഡും ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് പ്രെയർ റെപ്പറ്റീഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടമാണ്, അവർ ഒരു ഫെയ്ത്ത് ഹീലറിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാണ്. അപ്പൊ ആ സമയത്ത് ഇവരുടെ മൈൻഡിലോട്ട് ഓടി വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇമോഷൻസ്, അതിനെയാണ് അദ്ദേഹം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ പോയം ബിഗിൻ ചെയ്യുന്ന സ്പീക്കർ ഡിസ്ക്രൈബിംഗ് ദ വിമൻ മേക്കിംഗ് ദെയർ വേ ടു ദ പ്രീസ്റ്റ്. സ്ത്രീകളെല്ലാം കൂടി പ്രീസ്റ്റിന്റെ അടുത്തോട്ട് പോവാണ്. അയാളെയാണ് ഫെയ്ത്ത് ഹീലർ എന്ന് വിളിക്കുന്നത്. അപ്പം 20 സെക്കൻഡ്സ് മാത്രമേ അയാളുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റൂ. 20 സെക്കൻഡ്സ് കഴിഞ്ഞാൽ വി ഷുഡ് മൂവ് ഔട്ട് ഓഫ് ദി ക്യൂ, അല്ലെങ്കിൽ ലൈനിന് പുറത്ത് നമ്മൾ പോകണം. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു പ്രശ്നമേ അല്ല. അവർ ഇമോഷണലി വളരെയധികം ഓവർ ടേൺഡ് ആയിട്ട് നിൽക്കുവാണ് ഈ ഒരു എക്സ്പീരിയൻസിൽ. അപ്പം ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും വോണ്ടർ ചെയ്ത് നടക്കുന്നുണ്ട്, ചിലരിങ്ങനെ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് ഒറ്റ ഇതിൽ നിൽക്കുന്നുണ്ട്, ചിലരാണെങ്കിൽ ഇത് എന്താണ് ഹാപ്പൻ ചെയ്യുന്നതെന്ന് കോംപ്രിഹെൻഡ് ചെയ്യാൻ അറിയാത്ത രീതിയിൽ ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ അവിടെ ഗോഡ്, ലവ് അല്ലെങ്കിൽ ലൈഫ്, ഈ 3 കാര്യങ്ങളാണ് അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത് ആ ഒരു സ്പേസിൽ. അപ്പം ഫസ്റ്റ് സ്റ്റാൻസ നമുക്ക് നോക്കാം. സ്പീക്കർ ഡിസ്ക്രൈബ് ചെയ്യാണ് കുറെ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരു ഫയൽ അടുക്കി വെച്ചേക്കുന്നത് പോലെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഒരു ക്യൂവിൽ നിൽക്കുവാണ്. ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ അല്ലെങ്കിൽ ആ ഫെയ്ത്ത് ഹീലറിനെ അല്ലെങ്കിൽ ആ പ്രീസ്റ്റിന്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇവിടെ ഫയൽ എന്നുള്ള ഈ വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് എന്താ പറയുക, ഒരു ഫയൽ അടുക്കി വെച്ചേക്കുന്ന പോലെ അത്രയും ഭയങ്കര എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ വളരെയധികം ക്യൂ ഒക്കെ പാലിച്ച് ഇങ്ങനെ സ്ത്രീകൾ നിൽക്കുവാണ്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. സോ ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള മാനറിലാണ് സ്ത്രീകൾ നിൽക്കുന്നത്. അവരുടെ ക്ലോത്ത്സ് ആണെങ്കിലും അവരുടെ മുടിയാണെന്നുണ്ടെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് നിൽക്കുന്ന പോലാണ് ഇയാൾക്ക് തോന്നിയത്. ആൻഡ് ഈ പ്രീസ്റ്റ് പറയുവാണ്, പ്രീസ്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രീസ്റ്റ് അവിടെ നടക്കുകയാണ് ചെയ്യുന്നത് ഓരോരുത്തരുടെ അടുത്തോട്ടും. അയാൾ വളരെ അപ്രൈറ്റ് ആയിട്ട് നിൽക്കുവാണെന്നാണ് പറയുന്നത്. അതായത് ഒരു ഇങ്ങനെ വല്ല വെടിക്കുറ്റി നിൽക്കുന്ന പോലെ ഇയാൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുവാണ്. അയാൾക്ക് ഗ്ലാസസ് ഉണ്ട്, അയാൾക്ക് സിൽവർ ഹെയർ ആണുള്ളത്. പിന്നെന്താണ്, നെക്സ്റ്റ് ലൈനിനകത്ത് ഇദ്ദേഹം പോയിട്ട് കൺഫേം ചെയ്യുവാണ് ദാറ്റ് ഹീസ് എ പ്രീസ്റ്റ്. ഓക്കെ, അപ്പം അദ്ദേഹം പറയുവാണ് അദ്ദേഹത്തിന്റെ യൂണിഫോം ഡാർക്ക് സ്യൂട്ട് ആണുള്ളത്, വൈറ്റ് കോളർ ആണുള്ളത്. സോ ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ക്യാൻ കൺഫേം ദാറ്റ് ഹീസ് എ പ്രീസ്റ്റ് എന്നുള്ളത്. ഇൻ അഡീഷൻ ടു ദ വിമൻ ആൻഡ് ദ പ്രീസ്റ്റ്, കുറച്ച് ആളുകൾ ഇയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആളുകൾ കൂടി അവിടെ നിൽപ്പുണ്ട്. അപ്പൊ അവരാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു ലൈനിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ പ്രീസ്റ്റിന്റെ കുറച്ച് ശിങ്കിടികളും കൂടെ അവിടെ നിൽപ്പുണ്ട്. ആൻഡ് എല്ലാവരുടെ അടുത്തോട്ടും, അതായത് എല്ലാവരെയും ക്വിക്കായിട്ട് ഇവർ ഈ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇങ്ങനെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിക്കും, ഇതൊരു റിലീജിയസ് കോണ്ടെക്സ്റ്റ് ആണ്, നമ്മൾ സമാധാനപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ വെച്ച് ഈ ആളുകൾ ഇങ്ങനെ 20 സെക്കൻഡ് മാത്രം ഇങ്ങനെ തള്ളിവിടുന്നു, 20 സെക്കൻഡ് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ക്യൂവിന്റെ ആവശ്യകത എന്താണ്, ഇതൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കിതൊന്നും കണ്ടിട്ട് വായിച്ചാലും നമുക്ക് പുത്തിരിയൊന്നുമല്ല. പക്ഷെ ആ ഒരു ടൈമിൽ ഫിലിപ്പ് ലാർക്കിന് വളരെ അതിശയം തോന്നിയൊരു കാര്യമായിട്ടാണ് ഫിലിപ്പ് ലാർക്കിൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോവാണെങ്കിലും പിന്നെ എവിടെയെങ്കിലും നമുക്ക് വിശ്വാസമുള്ള ഒരു സ്ഥലത്ത്
സ്ഥലത്ത് പോകുകയാണെന്നുണ്ടെങ്കിലും ഹെവി ക്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒരു 2 സെക്കൻഡോ ഒരു 5 സെക്കൻഡോ ഒക്കെ കാണാൻ സാധിക്കത്തുള്ളായിരിക്കും ഭഗവാനെ. നമ്മളെ പെട്ടെന്ന് തന്നെ ഓടിച്ച് വേഗം പോകുമെന്ന് പറയും. അന്ന് ഈ ഒരു കോണ്ടെക്സ്റ്റിന് നമ്മുടെ ഫിലിപ്പ് ലാർക്കിൻ ഇങ്ങനെയൊക്കെ ഫെയ്ത്തിനെ നമ്മൾ ഇങ്ങനെയൊക്കെ നിന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യകതയുണ്ടോ എന്നാണ് ഹീസ് ആക്ച്വലി ആസ്കിങ് അസ്. പിന്നെ അപ്പോൾ ഈ ഫെയ്ത്ത് ഹീലിംഗിൽ ഈ സ്ത്രീകൾ കൂട്ടത്തോടെ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പെർട്ടിക്കുലർ ഇവന്റിൽ പ്രീസ്റ്റ് ഉണ്ട്. പ്രീസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഗോഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇവരുടെ ആ ഒരു അസുഖങ്ങൾ മാറ്റി കൊടുക്കാൻ വേണ്ടി ഒരു മീഡിയേറ്റർ ആയിട്ട് അവിടെ നിൽക്കുന്ന പോലാണ് നിൽക്കുന്നത്. ഓക്കെ, അയാളുടെ ആ ഹെൽപ്പേഴ്സ് ഉണ്ട്. ഈ ഹെൽപ്പേഴ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറേ പ്രോഫിറ്റുകൾ കിട്ടുന്നുണ്ട്. അതായത് ഈ ക്യൂവിൽ നിൽക്കുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിലും ഈ ഹെൽപ്പേഴ്സിനോ അല്ലെങ്കിൽ ഈ പ്രീസിനോ പൈസ കൊടുക്കുമായിരിക്കും. അതുപോലെ തന്നെ ഹെൽപ്പേഴ്സാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു സ്പീക്കറിന്റെ, അതായത് ഫിലിപ്പ് ലാർക്കിന്റെ ഒപ്പീനിയൻ തന്നെയാണ് ഈ പോയത്തിലെ സ്പീക്കറും പറയുന്നത്. ഓക്കെ, വൈൽ വൺ വുമൺ, ഒരു സ്ത്രീ ഫ്രണ്ട് ഓഫ് ദ ലൈനിൽ പോകുമ്പോൾ ആ സ്ത്രീക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സ്പ്രിംഗ് റെയിൻ കിട്ടിയതുപോലാണ് അവരുടെ ആ ഒരു മുഖഭാവം എന്ന് പറയുന്നത്. അതായത് പ്രീസ്റ്റിന്റെ അടുത്തോട്ട് പോകുമ്പോൾ ഓരോ സ്ത്രീകളുടെ മുഖഭാവത്തിനെ കുറിച്ചാണ്, ഇമോഷൻസ്, മുഖത്ത് വിരിയുന്ന ഫേഷ്യൽ എക്സ്പ്രഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ആസ് ഇഫ് ഷീ ഈസ് റിസീവിംഗ് സം സോർട്ട് ഓഫ് എ സ്പ്രിംഗ് റെയിൻ, സ്പ്രിംഗ് കാലത്തുള്ള റെയിൻ കിട്ടിയതുപോലാണ് അവരുടെ മുഖത്തെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തോ ഒരു കൈൻഡ് ഓഫ് ലവിങ് കെയർ കിട്ടിയതുപോലാണ് ആ ഫ്രണ്ടിൽ നിൽക്കുന്ന സ്ത്രീ ആ പ്രീസ്റ്റിനെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് വിരിഞ്ഞത്. ആൻഡ് ഓൾസോ അവർ ബ്ലെസ്സിങ് ഒക്കെ തേടുന്നുണ്ട് പ്രീസ്റ്റിന്റെ അടുത്തുനിന്ന്. ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സെക്കൻഡാണ്, 20 സെക്കൻഡാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ റിയാലിറ്റിയിലൂടെ കൊണ്ടുവരുവാണ്. ഇവിടെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ആൻഡ് ഒരുപാട് സ്ത്രീകൾ പുറകിൽ നിൽക്കുന്നുണ്ട്. കൂടുതൽ അവർക്ക് സന്തോഷിക്കാനൊന്നും പറ്റിയില്ല. 20 സെക്കൻഡിന്റെ സന്തോഷം കിട്ടിയിട്ട് അവരങ്ങ് പോയി. അപ്പൊ ഈ ഒരു പ്രീസ്റ്റ് പറയുവാണ്, കുറച്ച് സ്ത്രീകളുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് റോങ് വിത്ത് യു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ അവരുടെ പ്രശ്നം പറയും. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യാണ്, ഗോഡിന്റെ അടുത്ത് പ്രേ ചെയ്യുന്നത് കണക്ക് കാണിക്കും. അത് ചിലപ്പോൾ കണ്ണിന് പ്രശ്നമോ അല്ലെങ്കിൽ മുട്ടിന് പ്രശ്നമോ ഒക്കെ ആയിരിക്കും. അപ്പം കൈ രണ്ടും അടിച്ച് ഇതുപോലെ എന്ത് ചെയ്യുവാണ്, ഇവരെ രണ്ടുപേരെ ഇങ്ങനെ അയാൾ നെറ്റിയിലോട്ട്, അതായത് അയാളുടെ അടുത്തോട്ട് ഈ സ്ത്രീയെ വിളിച്ച് നിർത്തിയിട്ട് ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ്പ് ചെയ്തിട്ട്, അതായത് കൈ ഇങ്ങനെ അവരുടെ തലയെ ഇങ്ങനെ ക്ലാസ്പ് ചെയ്ത് പിടിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അവരെ അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. സ്റ്റാൻസ 2 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പീക്കർ ഫോളോസ് എ വിമൻ ഔട്ട് ഓഫ് ദ ലൈൻ. ഈ സ്ത്രീകൾ പോകുമ്പോൾ, അതായത് ഈ സ്ത്രീകളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്പീക്കർ, ഓരോരുത്തരെയും ഡിസ്ക്രൈബ് ചെയ്യുവാണ്. സോ ഈ സ്ത്രീകൾ ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവരെ ഡിസ്ക്രൈബ് ചെയ്യണം. അവർ വളരെ ബ്ലെസ്ഡ് ആയിട്ടും ഹാപ്പിനെസ് കൊണ്ടും അവരിങ്ങനെ എന്തോ ദൈവത്തിന്റെ ലവ് കിട്ടി എന്നുള്ളൊരു ഒരു സന്തോഷത്തിൽ ഇവർ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ അവരെല്ലാം സൈലന്റ് ആണെന്നാണ് പറയുന്നത്. ഒരു കുറച്ച് നേരത്തേക്കാണ് ഇവർക്ക് ഈ ഒരു കോൺടാക്ട് കിട്ടുന്നത് ഗോഡുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രീസ്റ്റുമായിട്ടുള്ള. സോ വിത്തിൻ ദ 20 സെക്കൻഡ്സ് ദേ ആർ ആക്ച്വലി ഫീലിംഗ് ഓവർവെൽംഡ് ബൈ ദി എന്താ പറയുക, ആ ഒരു പ്രീസ്റ്റിന്റെ പ്രസൻസ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ സൈലന്റ് ആണ്, അവർ ഫ്രണ്ടിൽ നിന്ന് മാറുവാണ്. അപ്പം ചിലർ പറയുന്നത്, സ്പീക്കർ പറയുകയാണ്, ചിലർ ഈ പ്ലേസിൽ നിന്ന് ഇങ്ങനെ വാണ്ടർ ചെയ്തങ്ങ് നടക്കുവാണ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതൊരു എയിം ഇല്ലാതെ നടക്കുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ഗെറ്റിംഗ് കോൺടാക്ട് വിത്ത് ദ പ്രീസ്റ്റ് ആൻഡ് ദേ ആർ നോട്ട് റെഡി ടു ഗോ ബാക്ക് ടു ദെയർ ഓൺ ലൈഫ്സ്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചേർച്ചിന്റെ ആ ഒരു സറൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ വിസിനിറ്റിയിൽ ഇങ്ങനെ നടക്കാനാണ് ചിലർക്ക് താല്പര്യം. കാരണം വീട്ടിലോട്ട് പോകുമ്പോൾ വീണ്ടും പട്ടിണിയും അതുമൊക്കെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് പോകണ്ട. ചിലരെന്ന് പറയുന്നത് എന്താണ്, സ്റ്റിഫായിട്ട് ഇങ്ങനെ ആ ഒരു മൊമെന്റിൽ ഇങ്ങനെ നിൽക്കുവാണ്, പ്രീസ്റ്റിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. ചിലർ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, ഡീപ്പായിട്ട് കരയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ചിലരാണെന്നുണ്ടെങ്കിൽ അവരെന്താണ് എക്സ്പീരിയൻസ് ചെയ്തതെന്ന് അറിയാൻ വയ്യാതെ, കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാതെ, മനസ്സിലാക്കാൻ പറ്റാതെ ചിലർ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ചിലർ സംതിങ്, അതായത് ഒരു ഔട്ട്സൈഡറിനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ എന്താണ് ഒരു ഷോക്കിംഗ് ഫീലിംഗ് ആണ് കിട്ടുന്നത്. ആൻഡ് ദെൻ ദ സ്പീക്കർ കമ്പയർസ് ദ ക്രൈയിങ് ഓഫ് ദ വിമൻ ടു ദി റീ അവേക്കനിങ് ഓഫ് ആൻ ഇന്റീരിയർ ചൈൽഡ്. അതായത് ഈ സ്ത്രീകൾ കരയുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പീക്കറിന് നമ്മുടെ ഒരു ഇന്നർ ചൈൽഡ് കരയുന്ന പോലെയാണ് തോന്നുന്നത്. അതായത് ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വാലിറ്റി ഇല്ലായ്മയാണ് ഇത് കാണിക്കുന്നതെന്നാണ് ഫിലിപ്പ് ലാർക്കിൻ ഇൻഡയറക്ട്ലി പറയുന്ന ഒരു സ്പിരിച്വൽ ഹോളോനെസ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു ഷാലോനെസ്സിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്. അതായത് ഇവർക്കൊക്കെ ഒരു കൈൻഡ് ഓഫ് ഇന്നർ ചൈൽഡ് ഉണർന്നതുപോലെയായിരുന്നു. അതായത് ഇവർ കരയുന്ന കണ്ടപ്പം കുഞ്ഞു കുട്ടികൾ ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇന്നർ ചൈൽഡിനെ പ്രെയർ വഴി ഉണർത്തി, അല്ലെങ്കിൽ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് വഴി ഉണർത്തി, പ്രീസ്റ്റിന് ഉണർത്താൻ സാധിച്ച് അവരങ്ങനെ കരയുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്കൊക്കെ കൈൻഡ്നെസ് ഇവരോട് കാണിച്ചിട്ട്, ചിലപ്പം ഇവരുടെ കൂടെ താമസിക്കുന്നവരോ അല്ലെങ്കിൽ സൊസൈറ്റി ആണെന്നിരിക്കട്ടെ, ഈ സ്ത്രീകളുടെ അടുത്ത് ചിലപ്പോൾ ദയവ് പോലും കാണിച്ചിട്ടില്ലായിരിക്കാം. ഇവർക്ക്
കൈൻഡ്നെസ് എന്ന് പറഞ്ഞ ഒരു ഇമോഷൻ ഇവർ റിസീവ് ചെയ്തിട്ട് ചിലപ്പോൾ കുറേ നാളുകളായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇയാളുടെ അടുത്ത് പോയപ്പോൾ അയാൾ ഒരു 20 സെക്കൻഡ് ഒന്ന് കെയർ ചെയ്ത് സംസാരിച്ച സമയത്ത് എന്ത് പറ്റിയത്, ഇവർ കരഞ്ഞത്. ഒരു കുട്ടികൾ, അതായത് കുഞ്ഞു കുട്ടികൾ കരയുന്ന പോലെ അത്രയും ഒരു ഇതായിട്ട് ഇന്നസെന്റ് ആയിട്ടാണ് ഇവർ കരഞ്ഞു പോയതെന്നാണ് പറയുന്നത്. സോ പക്ഷെ ഈ ഒരു കുഞ്ഞിനെ ഇവിടെ പറയുന്നത് ഇഡിയറ്റ് ചൈൽഡ് എന്നാണ് പറഞ്ഞത്. അതായത് ആവശ്യമില്ലാത്ത ഒരു അൺനെസസറി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി കിടന്ന് സ്ത്രീകളെല്ലാം കിടന്ന് കരയുന്നു. അപ്പം അതുകൊണ്ട് പോയിട്ട് ഇന്നർ ചൈൽഡിനെ വിളിക്കുന്നത് ഇഡിയറ്റ് ചൈൽഡ് എന്നാണ്. അതായത് എന്തിനോ വേണ്ടി കിടന്ന് കരഞ്ഞു, അത്രേ. അപ്പോൾ സ്പീക്കറിന്റെ ആ ഒരു ഒപ്പീനിയനാണ് കാണിക്കുന്നത്. അപ്പോൾ ഫെയ്ത്ത് ഹീലിംഗിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ ഇവിടെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ ക്ലിയർ ആക്കുകയാണ് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റാൻസയിലൂടെ. അതായത് വളരെ ഇഗ്നോറന്റ് ആയിട്ടുള്ള കുറേ ആളുകൾ എന്താ പറയുക, അവർ ദൈവത്തിന്റെ അടുത്ത് ഒറ്റയ്ക്ക് പോയി നിന്ന് ഈ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞ് ഈ മനുഷ്യൻ മീഡിയേറ്റർ ആയിട്ട് നിന്ന് എന്തോ അത്ഭുത സിദ്ധി പ്രവർത്തിക്കുന്നു എന്നാണ് ഈ ഒരു പോയത്തിലൂടെ ഇദ്ദേഹം കളിയാക്കി പറയുന്നത്. അപ്പം സ്ത്രീകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റർ, അതായത് ഗോഡ് സേവ് ചെയ്തു എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. പ്രീസ്റ്റിന്റെ ഹാൻഡ് എന്ന് പറയുന്ന ഗോഡിന്റെ ഹാൻഡായിട്ട് മാറി അവരുടെ ലൈഫിൽ പെയിൻ എല്ലാം ഇങ്ങനെ ഉയർത്തി കളയുന്നത് പോലെയാണ്, ലിഫ്റ്റ് ചെയ്ത് കളയുന്ന പോലെയാണ് ഈ ഒരു പറഞ്ഞിരിക്കുന്നത് പോയിട്ട്. 20 സെക്കൻഡ്സ് ഓഫ് കോൺടാക്റ്റിനുള്ളിൽ തന്നെ അവർ ആ ഫെയ്ത്ത് ഹീലറിൽ നിന്ന് അവർക്ക് ആ ജോയ് അല്ലെങ്കിൽ ഹാപ്പിനെസ് കിട്ടുന്നു. അവരുടെ ആ ഒരു ഹാപ്പിനെസ് അവരുടെ ഉള്ളിൽ നിറഞ്ഞ് അവരുടെ വാക്കുകൾ അല്ലെങ്കിൽ നാക്കിനെ തിക്കാക്കുന്നു എന്നാണ് പറയുന്നത്, ടങ്ങിനെ. പക്ഷെ ഇവിടെ പറയുന്നത് വെച്ചാൽ അവരുടെ മൈൻഡിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വേർഡിനെ, അതായത് അവർക്കൊരു കോൺഫിഡൻസ് കൊടുത്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളിലും ഒരു ഔട്ട് പോറിങ് ഓഫ് ഇമോഷനാണ് ഹാപ്പൻ ചെയ്യുന്നത്. അതായത് ഒരു ഓവർഫ്ലോയിങ് ഓഫ് ഇമോഷനാണ് അവിടെ നടക്കുന്നത്. അതായത് ഈ ഒരു മൊമെന്റിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഹീൽഡ് ആയ പോലെ അത്രയും സന്തോഷത്തോടു കൂടിയാണ് സ്ത്രീകൾ അവിടെ നിന്ന് പോകുന്നത്. കരഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവർ പോകുന്നത്. സ്റ്റാൻസ 3 എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റാൻസയ്ക്കകത്ത് സ്പീക്കർ വളരെ ഡീപ്പായിട്ട് ഈ ഹീൽഡ് ആയി പോയ സ്ത്രീകളുടെ മൈൻഡിനെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് പറയുകയാണ്. ഫസ്റ്റ് ലൈൻ ഓഫ് ദി സെക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് കിടക്കുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ ഇങ്ങനെ ഈ സ്ത്രീകളുടെ റിയാക്ഷൻ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ പോയിട്ട് ഒരു എന്താ പറയുക, ഒരു റിയാക്ഷൻ ഇട്ടതുപോലാണ് തോന്നുന്നത്. അതായത് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ചിലർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു, കണ്ണിമ വെട്ടാതെ. ചിലർ എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. അപ്പം ഈ ഒരു റിയാക്ഷൻ ഓവറോൾ കണ്ടപ്പം ഇദ്ദേഹത്തിനൊരു കൈൻഡ് ഓഫ് ഒരു ഷോക്ക് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സർപ്രൈസ് തോന്നി. അതാണ് ഈ ഒരു ഫസ്റ്റ് ലൈനിലുള്ള എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഓൺ ദി അതർ ഹാൻഡ് ഇനി അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആൻഡ് ഇനി പറയുന്നത്, അതായത് അവരുടെ ഹെഡിലുള്ള ആ ഒരു തോട്ട് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ അതായത് അവർ ഈ കാണിക്കുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ അപ്പോഴേ തോന്നിയത് അത് അപ്പടി അവരിങ്ങനെ എന്ത് ചെയ്യാണ്, റിഫ്ലക്ട് ചെയ്ത് കാണിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അഡീഷണലി ദ സ്പീക്കർ മൈറ്റ് ബി യൂസിങ് ദിസ് ലൈൻ ടു ഡ്രോ ഫർദർ അറ്റൻഷൻ ടു ദ ചേഞ്ചസ് വൺ ക്യാൻ ത്രൂ. അതായത് ഒരു ഫെയ്ത്തിൽ നമ്മളിപ്പം കടന്നു പൊക്കോണ്ടിരിക്കുമ്പോൾ ആ ഒരു ജേർണിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇമോഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ മൈൻഡിൽ നിറയുന്ന ഇമോഷൻസ്, അതിലോട്ട് നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ട് കൊണ്ടുപോവാണ് സ്പീക്കർ. ഇപ്പം വിമൻ സ്റ്റിൽ ഷേക്ക് ചെയ്യുവാണ്, കാരണം അവർ ഡയറക്റ്റ് 20 സെക്കൻഡ് ഗോഡുമായിട്ട് കോൺടാക്ട് ചെയ്ത് ആ ഒരു ഫീലിങ്ങോടുകൂടിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പം അവർ സന്തോഷം കൊണ്ട് വിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാം ചേഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഗോഡുമായിട്ട് അത്രയും ക്ലോസ്നെസ് അവർക്ക് ഫീൽ ചെയ്തു. അവരുടെ ബോഡി അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ എന്തോ ഒരു സംതിങ് ഹാപ്പൻ ചെയ്തു. അതുപോലെ തന്നെ ആ ഇഡിയറ്റ് ചൈൽഡിനെ ഫ്രീ ചെയ്ത പോലെയാണ് അവർ നിൽക്കുന്നത്. അതായത് അവർക്ക് എന്തോ സ്നേഹം എവിടുന്നോ കിട്ടി, ദൈവമായിട്ട് ഒരു ക്ലോസ് ആയിട്ട് എന്തോ കോൺടാക്ട് ചെയ്യുന്നത് പോലെയാണ് അവർ പറയുന്നത്, അവരുടെ ആ ഒരു ഇമോഷൻസ് കാണുന്നത്. നെക്സ്റ്റ് ഫ്യൂ ലൈൻസ് അവർ പറയുന്നത്, സ്പീക്കർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്ക്രൈബ്സ് ഹൗ ലവ് ഫങ്ഷൻസ് വിത്തിൻ ദി ബോഡീസ് ഓഫ് ദീസ് വിമൻ. അവർ സ്ത്രീകൾ ഒരു ലാർജ് വേൾഡിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെ ഒരു വേൾഡിൽ നിൽക്കുവാണ്. അത് വളരെ ലാർജാണ് അവരുടെ ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ നമുക്ക് കുറ്റം പറയാനായിട്ട് ഒന്നും ഇല്ല. സ്പീക്കർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹൗ ലവ് ഇസ് ഇന്റഗ്രൽ ടു ഹൗ വൺ സീസ് ദ വേൾഡ്. അതായത് ലവിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്ത്രീകൾ എന്തുകൊണ്ടായിരിക്കാം ആ ഒരു 20 സെക്കൻഡ് ആ ഒരു കെയർ അവിടെ നിന്ന് കിട്ടിയപ്പോൾ, ആ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു വിശ്വാസം കിട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ കരഞ്ഞത്, ആ ഒരു അതായത് മനുഷ്യരുടെ ഇടയിൽ ആ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ലവിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു 20 ഇപ്പം നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, ഇപ്പം ഫാമിലിയിൽ ഇപ്പം ഓൾറെഡി പ്രശ്നങ്ങളുള്ള ഒരു കുട്ടി, അത് പുറത്തു നിന്ന് അതിനൊരു സ്നേഹം കിട്ടുവാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഫ്രം എ സ്ട്രേഞ്ചർ ആണെങ്കിൽ കൂടി അത് വിശ്വസിച്ച് ഇറങ്ങിപ്പോയി അവസാനം ട്രാജിക് ആയിട്ട് എന്തെങ്കിലും ലൈഫിൽ ഹാപ്പൻ ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ഫ്രം സോഷ്യൽ മീഡിയ ആർട്ടിക്കിൾസ് ആണെങ്കിലും സോഷ്യൽ മീഡിയ പേജസിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് വൈ ആർ ദീസ് തിങ്സ് ഹാപ്പനിങ് അഗെയിൻ ആൻഡ് അഗെയിൻ, വൈ ആർ ദീസ് തിങ്സ് റിപ്പീറ്റിംഗ്? കാരണം
എവിടെ നിന്നും കിട്ടാത്ത എന്തോ ഒരു കെയർ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റ് ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ബിഹേവിയർ കൊണ്ടോ ഒരു ആക്ഷൻ കൊണ്ടോ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ അങ്ങോട്ട് പോകും. അതായത് ലവ് എന്നുള്ളത് ഹ്യൂമൻ ബീങ്സിൽ വേണ്ടുന്ന ഒരു ഇൻറ്റഗ്രൽ ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ്. ചതിക്കുന്നവനാണോ അല്ലെങ്കിൽ ആണോ അവളോ, ചതിക്കുന്ന ആണോ എന്നോ അവനാണോ എന്നൊന്നും തിരിച്ചറിഞ്ഞിട്ടല്ല നമ്മൾ പോകുന്നത്. 20 സെക്കൻഡ് ഒരു കെയർ കിട്ടിയപ്പോൾ ഈ സ്ത്രീകൾ ഇത്രയും കിടന്ന് കരഞ്ഞെങ്കിൽ അവരുടെ ലൈഫിൽ ആ ഒരു കൈൻഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ലവ് എന്നുള്ളൊരു ഫാക്ടർ ചിലപ്പം കിട്ടിയിട്ടേ ഉണ്ടാവത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് സ്ലേവ്സിനെ പോലെ ഇങ്ങനെ ഒരു ഇഡിയറ്റ് ചൈൽഡിനെ പോലെ ബിഹേവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ലവ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുമാത്രം ഡിഫറൻസ് ഇവരുടെ ലൈഫിൽ അത് ക്രിയേറ്റ് ചെയ്തേനെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓൾമോസ്റ്റ് ഓൾ ദി പോപ്പുലേഷനിൽ ഇത് വരുവാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം വേൾഡൊക്കെ ചേഞ്ച് ആയി പോയേനെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ആളുകളുടെ ഇടയിൽ ഈ ലവ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവരൊക്കെ ഈ ഒരു കൈൻഡ് ഓഫ് ഇങ്ങനെയുള്ള ട്രാപ്പിൽ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള മെന്റൽ ആയിട്ടുള്ള ഇതിലൊക്കെ പെട്ടുപോകുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ലൈഫിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചൊരു സെൽഫിഷ് ആയിട്ടുള്ള രീതിയാണെന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ അതായത് ഒന്നും ക്യൂർ ആവുന്നില്ല. നമ്മൾ ഇങ്ങനെ പോയി ഒരു സ്ഥലത്ത് നിന്ന് 20 സെക്കൻഡ് ഒരു എന്തോ ഒരു സംതിങ് കിട്ടിയെന്ന് പറഞ്ഞ് ഒന്നും ക്യൂർ ആവുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് പിന്നെ ഒരു ഇമേജ് എന്ന് പറയുന്നത് സ്കൈ ക്രാക്ക് ചെയ്ത് ഓപ്പൺ ആവുന്നു, റെയിൻ പോർ ചെയ്യുന്നു, ആൻഡ് എവറിത്തിങ് ദാറ്റ് വാസ് വൺസ് ഹെൽഡ് ടുഗദർ കംസ് എപ്പാർട്ട്. അതായത് നമ്മളിങ്ങനെ മൂടിക്കെട്ടി ഓരോ ഇമോഷൻസ് ഇങ്ങനെ വെക്കുമല്ലോ, അത് ഒരു ദിവസം ഇതെല്ലാം പൊട്ടി തകർന്ന് മഴ പോലെ പെയ്യും എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരും എന്നാണ് പറയുന്നത്. ദെൻ വിത്തിൻ ദ ഫൈനൽ ലൈൻസ് ദ സ്പീക്കർ ടേക്സ് ദ നറേറ്റീവ് ബാക്ക് ടു ദ ഫെയ്ത്ത് ഹീലർ ഹു ഈസ് അറ്റ് ദി സെന്റർ ഓഫ് ദിസ് ഔട്ട്പോറിംഗ് ഓഫ് ഇമോഷൻ. വീണ്ടും ഫെയ്ത്ത് ഹീലറിന്റെ ഇമേജ് അടുത്തോട്ട് പോവുകയാണ്. അയാളിപ്പോൾ ആ ഒരു ഇമോഷൻസിന്റെ എല്ലാം നടുക്കടലിൽ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്, ഒരു സെൻട്രൽ ഫിഗർ ആയിട്ട് ഇരിക്കുവാണ്. ആൻഡ് ഹീ ഈസ് എബവ് ദ വിമൻ. അയാൾ ഗോഡിനെ പോലെയല്ല, അയാൾ ഈ സ്ത്രീകളുടെ എല്ലാം ഉയരത്തിലാണ് നിൽക്കുന്നത്. അതായത് അയാൾ നടുക്ക് നിൽക്കുവാണ് ഈ സ്ത്രീകളുടെ എല്ലാം. സ്ത്രീകൾ അയാളുടെ ചുറ്റിനും നിന്ന് കരയുന്നു, സന്തോഷിക്കുന്നു, ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം അയാൾ ശരിക്കും പറഞ്ഞ ഒരു ഗോഡ് ലൈക്ക് ഫിഗർ ആയിട്ട് മാറുവാണ്. ആൻഡ് ഹീ ഈസ് ആക്ച്വലി ലുക്കിംഗ് ഡൗൺ അറ്റ് ദിസ് വുമൺ ആൻഡ് കോളിംഗ് ഈച്ച് വൺ ഓഫ് ദം ചൈൽഡ്. അവർ അഡ്രസ്സ് ചെയ്യുന്നത് ചൈൽഡ് എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു മൊമെന്റ് എന്താണ്? ഒരാൾ ഇങ്ങനെ സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നു, അയാൾ ബാക്കിയുള്ള എല്ലാവരെയും ഇൻഫീരിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പോലെയാണ് ആർക്ക് തോന്നുന്നത്? പോയിറ്റിന് തോന്നുന്നത്. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് സബ്ജുഗേഷൻ ആണ് അവിടെ ഹാപ്പൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് മൊമെന്റ് ഓഫ് വൾണറബിലിറ്റിയാണ് അവിടെ ഹാപ്പൻ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫെയ്ത്തിന്റെ ഒരു സ്പിരിച്വൽ ഹോളോനെസിനെ കുറിച്ച് നമുക്കിവിടെ പറയാം. അതുപോലെ തന്നെ എന്താണ് ലവിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, ഹ്യൂമൻ ബീയിങ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഇന്റർ കണക്റ്റഡ്നെസ് നഷ്ടപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള ഫെയ്ത്ത് ഹീലേഴ്സ് അല്ലെങ്കിൽ ഫെയ്ത്ത് ഹീലിംഗ് പോലെയുള്ള അൺനെസസറി അല്ലെങ്കിൽ ഫ്യൂട്ടൈൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ എത്തിച്ചേരുകയും ഒരു 20 സെക്കൻഡ് ലവ് അവിടെ നിന്ന് കിട്ടുമ്പോൾ ഇവർ ഒരു ഇഡിയറ്റായി മാറുകയും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ സ്പിരിച്വൽ ചൈൽഡിനെ നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ലവബിൾ ആയിരിക്കണം എന്നാണ് പോയിട്ട് ഇൻഡയറക്റ്റ്ലി ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ ഫെയ്ത്ത് ഉണ്ട്, അതുപോലെ തന്നെ ഷാലോനെസ് ഓഫ് ഫെയ്ത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ആ ഒരു സ്പിരിച്വൽ ഡീജനറേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതേ തീം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ചേർച്ച് ഗോയിങ് എന്നുള്ള പോയത്തിനകത്തും ഡിസ്കസ് ചെയ്യുന്നത്. സോ അതും കൂടി വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ആക്ച്വലി ഗിവിങ് എ നോട്ട് ഓഫ് റെഫറൻസ് ടു ദാറ്റ് പോം വൈൽ യു റൈറ്റ് യുവർ എസ്സേ, ദെൻ അത് കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും നിങ്ങളുടെ എസ്സേയിൽ, നല്ലൊരു ആൻസർ ആയിട്ട് അത് മാറും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.